ഹലോ ഗുയ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ കുറേ നാളിന് ശേഷം എൻ്റെ ഹെയറിലൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്. അപ്പം ഞാൻ 2 വർഷത്തിന് മുന്നേ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 പ്രാവശ്യം ഞാൻ കെരാറ്റിൻ എൻ്റെ ഹെയറിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ഒന്നും ചെയ്തില്ല. ഇപ്പം ഏകദേശം എൻ്റെ ഹെയർ ഫുള്ള് പഴയ ഹെയറായി. പഴയ ഹെയർ എന്ന് വെച്ചാൽ എൻ്റെ നോർമലി ഒരു സ്ട്രെയിറ്റ് ഹെയറാണ്. ചെയ്താലും എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും വലിയൊരു പെട്ടെന്ന് അറിയുന്ന രീതിയിലുള്ള ഒരു ഇതൊന്നും കാണത്തില്ല. അത് ഇതാണ് എൻ്റെ നോർമൽ ഹെയർ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ അബുദാബിയിലുള്ളൊരു ഗ്രൂമിയപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സലൂണിനാണ് വന്നിട്ടുള്ളത് ചെയ്യാനായിട്ട്. ഞാനും അലീഷായും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ പ്രോസസ്സിംഗ് ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഞാൻ അതുമല്ല, ഇനി 5-6 മിനിറ്റുള്ള വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. എന്തിനാണ് വെറുതെ? അതുകൊണ്ട് ഞാൻ 2 മിനിറ്റുള്ള വീഡിയോയിൽ തീർക്കുവാണേ. അപ്പോൾ ഫസ്റ്റ് ക്രീം ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യണം ഹെയറിൽ ആ ക്രീമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയർ ഇതുപോലെ അയൺ ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നാളെ വരണം. ഹെയർ നമ്മുടെ ഒന്നുകൂടെ ഒരു വാഷും കൂടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഫൈനൽ ലുക്ക് ഇതാണ്. ഹെയറിൻ്റെ ലുക്ക് ഇതാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹെയർ നോർമലി സ്ട്രൈറ്റ് ആണ്. അപ്പോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഞാൻ സ്മൂത്തായിട്ട് കിടക്കും, അങ്ങനെയുള്ളൂ. കുറച്ച് ചുരുണ്ട മുടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലോണം അറിയാൻ പറ്റും. ഇത് അടുത്ത ദിവസമാണേ. അപ്പം ഇന്നൊരു ഹെയർ വാഷ് കൂടിയുണ്ട്. അതുകൊണ്ട് കഴിയുമ്പം എല്ലാം ശുഭം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുവാണെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഞാൻ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഹെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ ഇത് പെട്ടെന്ന് അൺപ്ലാൻഡ് ആയിട്ട് ചെയ്തതാണ്. പിന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് നമുക്കൊരു കംഫർട്ട് ഉണ്ടായിരിക്കും, നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെനിക്ക് കുറച്ച് നാട്ടിൽ ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യം ചെയ്ത് ട്രിവാൻഡ്രം ഫെയറിൽ നിന്നാണ്. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഈ കുഞ്ഞ് വീഡിയോ ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കണ്ടു തീർക്കണം. ആർക്കും സമയമില്ല ഇങ്ങനെ വലിയ വീഡിയോസ് ഒന്നും കണ്ടിരിക്കാൻ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിരുന്നാലും യൂട്യൂബിലെ ഷോർട്സ് ആയിരുന്നാലും 1 മിനിറ്റേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളെയും കൂടി ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് വീഡിയോ തീർക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.